ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ 3 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ. ഇൻഡക്ടറിൻ്റെ പ്രിൻസിപ്പിൾ നമുക്കറിയാം സെൽഫ് ഇൻഡക്ഷൻ ആണെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരിക്കും? മ്യൂച്വൽ ഇൻഡക്ഷൻ. കുറേ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്ടറിൻ്റെയും ട്രാൻസ്ഫോമറിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കും. ഇൻഡക്ടർ സെൽഫ് ഇൻഡക്ഷൻ ആണെങ്കിൽ ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് റൂൾ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വെൻ ഇറ്റ് മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ ഏത് റൂൾ വെച്ചിട്ട് സ്റ്റേറ്റ് ചെയ്യുക? ഏത് റൂൾ വെച്ചിട്ടാണ്? ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റേറ്റ് ചെയ്യുക. Secondary coil of a transformer has double turns than that of its primary coil. നമുക്കറിയാം ട്രാൻസ്ഫോമറിന് രണ്ട് ടൈപ്പ് ഓഫ് കോയിൽ ഉണ്ട്. ഒന്ന് പ്രൈമറി കോയിലും ഒന്ന് സെക്കൻഡറി കോയിലും. അതിൽ പ്രൈമറി കോയിൽ ഉള്ളതിനേക്കാളും ഡബിൾ ടേണിങ്സ് ആയിരിക്കും എവിടെയുള്ളത്? സെക്കൻഡറി കോയിലുള്ളത്. അപ്പോൾ ഒന്ന് പ്രൈമറി ഒന്ന് സെക്കൻഡറി. പ്രൈമറിയിൽ ഒന്നാണെങ്കിൽ സെക്കൻഡറിയിൽ 2, അതായത് 1 × 2 ഡബിൾ ടേണിങ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറിയിൽ 2 ആണെങ്കിൽ സെക്കൻഡറിയിൽ 4. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ അവർ തന്നേക്കണ ഹിൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൈമറിയിൽ കൊടുത്തേക്കണ വോൾട്ടേജ് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ഇൻ ദ പ്രൈമറി ഈസ് 25 വോൾട്ട്. കണ്ട, പ്രൈമറിയിൽ നമ്മൾ കൊടുത്തേക്കണ വോൾട്ടേജ് 25 വോൾട്ട് ആണെങ്കിൽ സെക്കൻഡറിയിൽ എന്തായിരിക്കും? 25 × 2, അതായത് 50 വോൾട്ടേജ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഡബിൾ എന്ന് പറയുമ്പോൾ × 2 ചെയ്താൽ മതി. ഇത് ട്രാൻസ്ഫോമറിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളത് മാക്സിമം കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ SLC എക്സാം 2022 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അറേഞ്ച്മെൻറ്റ് കൺവേർട്ട് AC ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ DC ജനറേറ്റർ ഇൻടു DC. AC-നെ DC ആക്കാൻ, DC ജനറേറ്ററിൽ AC-നെ DC ആക്കാൻ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ് എന്താണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടത്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഈ ക്വസ്റ്റ്യൻ 2021 SSLC മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ്റെ A പാർട്ടും B പാർട്ടാണ്. റൈറ്റ് എനി 2 മെത്തേഡ് ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ലോസ് ഇൻ ദ പവർ ട്രാൻസ്മിഷൻ. പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ലോസ് വരാണ്ടിരിക്കാൻ, ട്രാൻസ്മിഷൻ ലോസ് വരാണ്ടിരിക്കാനുള്ള 2 മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. 2 മെത്തേഡ് ഏതൊക്കെയാണ്? ഒന്ന്, ഡിക്രീസിങ് ദ റെസിസ്റ്റൻസ് കുറയ്ക്കുക, അതുപോലെ തന്നെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക. ഇത് 2 ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് ട്രാൻസ്മിഷൻ ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് എനി 2 ഇലക്ട്രിക് ലൈൻസ് ദാറ്റ് ബ്രിങ്സ് ഇലക്ട്രിക് പവർ ടു യുവർ ഹൗസ്. 2 ഇലക്ട്രിക് ലൈൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രിക് പവർ കൊണ്ടുവരുന്ന, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ കൊണ്ടുവരുന്ന 2 ഇലക്ട്രിക് ലൈനിൻ്റെ പേര് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ്? ഇലക്ട്രിക് ലൈൻ, ഫേസും ന്യൂട്രലും. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് EMF ഇൻ ദ DC ജനറേറ്റർ. ഇവിടെ 3 ഫിഗർ തന്നിട്ടുണ്ട്. EMFഉം ടൈമുമായിട്ടുള്ള ഗ്രാഫ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ചോദിച്ചേക്കുന്നത് DC ജനറേറ്ററിലുള്ള ഔട്ട്പുട്ട് EMF വരുന്ന ഏത് ഗ്രാഫാണ്? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഈ സംഭവമാണ്, അതായത് DC ജനറേറ്ററിലെ EMF. ഇവിടെ ഡയറക്ഷനിൽ ചേഞ്ച് ഇല്ല, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അതുപോലെ തന്നെ EMF ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് അത് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ DC ജനറേറ്ററിൽ വരുന്നത് ഈ ഗ്രാഫാണ്. ഇനി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഇത് ബാറ്ററിയിൽ വരുന്നതാണ്. ബാറ്ററിയിൽ നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ, സ്റ്റഡി ആയിട്ടാണ് EMF പോകുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷനിലും ഒരു ചേഞ്ച് ഇല്ല. ഇവിടെ വരാണെങ്കിൽ അത് AC ആണ്. AC എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ EMF ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ അടിയിലേക്ക് പോകണം. അപ്പോൾ ചേഞ്ച് ഇൻ ഡയറക്ഷൻ, അതുപോലെ തന്നെ 2 ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് AC ആയിരിക്കും. സ്റ്റഡി ആയിട്ട് പോവുകയാണെങ്കിൽ ബാറ്ററി ആയിരിക്കും. ഈ ഫിഗർ ആണെങ്കിൽ DC ജനറേറ്ററിൻ്റെ EMF ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, പഠിക്കണം. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ബാറ്ററിയുടെ കാര്യമായിരിക്കും ചിലപ്പോൾ ACയുടെ കാര്യമായിരിക്കും തരാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് DC ജനറേറ്ററിൻ്റെ ആയതുകൊണ്ട് ഇതായിരിക്കും ആ ഫിഗർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ പ്രൈമറി ഓഫ് എ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് 100 ടേൺസ്. ഇവിടെ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ആണ്. അപ്പോൾ NP നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. എത്രയാണ്? 100 ടേൺസ് ആണ്. 240 വോൾട്ടേജ് AC ഈസ് സെൻഡ് ത്രൂ ദ പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിൽ കൂടെ 240 വോൾട്ട് AC കടത്തിവിട്ടു. അപ്പോൾ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി നമുക്ക് കിട്ടി. എത്രയാണ്? 240 വോൾട്ട്സ്. വാട്ട് ഈസ് ദ വോൾട്ടേജ് ഇൻ ഈച്ച് ടേൺ ഓഫ് ദ കോയിൽ? കണ്ട, ഇവിടെ പ്രൈമറിയുടെ കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്, സെക്കൻഡറിയുടെ കാര്യം ഇവിടെ എടുത്ത് ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ വാട്ട് ഈസ് ദ വോൾട്ടേജ് ഇൻ ഈച്ച് ടേൺ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഒരു ഫോർമുലയുണ്ട്. അതായത് VP ഈസ് ഈക്വൽ ടു NP ഇൻറ്റു E. ഈ എന്ന് പറയുന്നതാണ് ഈച്ച് ടേൺ, EMF ഇൻ ദ ഈച്ച് ടേൺ എന്ന് പറയുന്നത്. അതായത് ഈ സംഭവം ആണ് ഈ ഒരു ഫോർമുല. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? VP ഇവിടെ തന്നിട്ടുണ്ട്, അതായത് 240 തന്നിട്ടുണ്ട്. NP ഉണ്ട് 100 ഇൻറ്റു E. അപ്പോൾ E കണ്ടുപിടിക്കുക എന്ത് ചെയ്യും? 240 ഈ 100നെ E കൊണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു E. അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതിക്കോ, E ഈസ് ഈക്വൽ ടു 240 ബൈ 100. വെട്ടിക്കളയുമ്പോൾ എന്ത് വരും? 24/10 എത്ര വരും? 2.4 വോൾട്ട്. കണ്ട, ഇതും വോൾട്ടേജിൽ തന്നെയാണ്, 2.4 വോൾട്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കണം. ഈച്ച് ടേൺ, വോൾട്ടേജിൻ്റെ ഈച്ച് ടേൺ എന്ന് പറയുമ്പോൾ VP ഈസ് ഈക്വൽ ടു NP ഇൻറ്റു E. എന്ന് പറയുന്നത് EMF ഇൻ ഈച്ച് ടേൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇനി ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്, അതിൽ പവർ ലോസ് ഇല്ല. ദർ ആർ 5000 ടേൺസ് ഇൻ ദ പ്രൈമറി. പ്രൈമറിയിലുള്ള ടേൺസ് അഥവാ നമ്പർ ഓഫ് കോയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, 5000 ആണ്. അതുപോലെ തന്നെ 250 ടേൺസ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിൽ എത്ര ടേൺസ് ഉണ്ട്? 250. ദ പ്രൈമറി വോൾട്ടേജ് ഇസ് 120 വോൾട്ട്. പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി കറണ്ട് തന്നിട്ടുണ്ട്, 0.1 ആംപിയർ ആണ്. അങ്ങനെയെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജും കറൻറ്റും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തെഴുതാം. ആദ്യം തന്നെ നമുക്ക് തന്നേക്കുന്നത് 5000 ടേൺസ് ഇൻ ദ പ്രൈമറി. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് 5000 ആണ്. അതുപോലെ തന്നെ സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. NS എന്ന് പറയുന്നത് 250 ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നേക്കുന്നത് ദ പ്രൈമറി വോൾട്ടേജ് ഈസ് 120 വോൾട്ട്. വോൾട്ടേജ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് 120 ആണ്, 120 വോൾട്ടാണ്. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? കറണ്ട് ഇൻ ദ പ്രൈമറി, കറണ്ടും തന്നിട്ടുണ്ട്. IP എത്രയാണ്? 0.1 ആംപിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറിയും അതുപോലെ തന്നെ കറണ്ട് ഇൻ ദ സെക്കൻഡറി. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ഫോർമുലയിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ഫോർമുല പഠിച്ചിട്ടുണ്ട്? NS ബൈ NP ഈസ് ഈക്വൽ ടു VS ബൈ VP ഈസ് ഈക്വൽ ടു IP ബൈ IS. ഇത് തെറ്റരുത് കേട്ടോ. ഈ ഫോർമുല ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടുള്ള ഫോർമുലയാണ്. NS ബൈ NP ഈസ് ഈക്വൽ ടു VS ബൈ VP ഈസ് ഈക്വൽ ടു IP ബൈ IS. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അറിയാം, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അറിയാം, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി അറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോർമുല കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് ചെയ്യാം. അതായത് NS ബൈ NP എന്ന് പറയുന്നത് എന്താണ്? 250 ബൈ NP എന്ന് പറയുന്നത് 5000 ഈസ് ഈക്വൽ ടു VS നമുക്കറിയില്ല, വോൾട്ടേജിൻ്റെ സെക്കൻഡറിന് കണ്ടുപിടിക്കേണ്ടത് VS ബൈ VP എന്താണ്? 120. ഇനി VS കണ്ടുപിടിക്കാൻ ഈ സംഭവങ്ങളൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതായത് 250 ബൈ 5000 ഈ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഡിവൈഡ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. അതായത് ഇൻറ്റു 120 ഈസ് ഈക്വൽ ടു VS എന്നാവും. ഇനി എന്ത്? ഇതൊക്കെ വെട്ടിക്കളയുക, പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളയുക. 50 25 എത്ര വരും? 2 6. അപ്പോൾ എത്ര വരും? 6 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. അതായത് ഇത് 6 വോൾട്ടാന്ന് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡറി കറണ്ടാണ്. സെക്കൻഡറിയിലുള്ള കറണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജിൻ്റെ സെക്കൻഡറി കിട്ടി. ഇനി നമ്മൾ ആ ഫോർമുല വീണ്ടും എടുത്ത് എഴുതുമ്പോൾ സെക്കൻഡറിയിലുള്ള കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈ സംഭവമാണ്.
അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോർമുല ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി നമുക്ക് ഓൾറെഡി കിട്ടി, 6 വോൾട്ടാണ് കിട്ടി. വോൾട്ടേജ് ഇൻ ദ പ്രൈമറി നമുക്ക് എത്ര കിട്ടി, 120 ആണ് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ ദ പ്രൈമറി 0.1 ആണ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ഇൻ ദ സെക്കൻഡറി ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ആയതുകൊണ്ട് ഇത് എപ്പോഴും ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കറണ്ട് ഇൻ ദ സെക്കൻഡറി ഈസ് ഈക്വൽ ടു 0.1 അവിടെ നിർത്തി ഇൻറ്റു ഈ 120 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഇൻറ്റു ആയി മാറി ബൈ 6 ആയിട്ട് മാറി. ഇനി വെട്ടിക്കളയാം, അതായത് 20 മനസ്സിലായ. അപ്പോൾ 20 ഇൻറ്റു 0.1 എത്ര കിട്ടും, 2.0. അതായത് സെക്കൻഡറിയിലുള്ള കറണ്ട് എത്രയാണ്, 2 ആംപിയർ. ഈ 0.1 വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ NS/NP, VS/VP, ഇവിടെ IS/IP അല്ല, IP/IS ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോർമുല അതേപോലെ തന്നിരിക്കുന്നത് VS അത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇതൊക്കെ നമ്മളൊരു ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ 2 ആംപിയർ തെറ്റാണെങ്കിൽ പോലും നമുക്ക് ഈ എഴുതിയ വഴിക്കുള്ള മാർക്ക് വീണിരിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.